യൂത്ത് കോൺഗ്രസിൽ പോര്. സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് തർക്കം. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ. കട്ടപ്പമാരെ കൂട്ടി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന വിമർശനം. എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഈ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിനുള്ളിലെ പോരിങ്ങനെ മുറുകുകയാണ് പല രീതിയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള തർക്കം പരസ്യമായിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിലും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻപും ഇത്തരത്തിലുള്ള ഗ്രൂപ്പിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രാഹുലിനെതിരെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴുണ്ടായ ഈ വിഷയങ്ങൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തർക്കം നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്, യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ്. അബിൻ വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗം ചേർന്നുകൊണ്ട് രാഹുൽ അനുകൂലികൾ അബിൻ വർക്കിക്കെതിരെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തീർക്കുന്നു. മറുഭാഗത്ത് ഇത്തരത്തിൽ രാഹുൽ എതിരെ അബിൻ വർക്കിയുടെ ടീമുകൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനും കട്ടപ്പമാരെ കൂട്ടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അബിൻ വർക്കിക്കെതിരെ രാഹുൽ അനുകൂലികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ കേന്ദ്രത്തിന്റെ മുൻപിൽ അടക്കം പരാതി എത്തിയിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ തന്നെ ഭിന്നത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നൊരു സാഹചര്യം, നിരവധി പരാതികൾ സ്ത്രീകൾ നൽകുന്നൊരു സാഹചര്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചുമതലയിൽ നിന്ന് മാറിയത് മാത്രമല്ല രാജിയടക്കം വേണമെന്നാണ് ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ചുമതല ഒഴിഞ്ഞതല്ലാതെ മറ്റ് ചുമതലകൾ, അതായത് MLA സ്ഥാനം അടക്കം രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടേണ്ടതായി വരും എന്നുള്ളതാണ് അബിൻ വർക്കി അടക്കമുള്ളവരുടെ പക്ഷം ഇപ്പോൾ പറയുന്നത്. മറുഭാഗത്ത് പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ അനുകൂലികളും ഈ ഗ്രൂപ്പിൽ ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കട്ടപ്പയുടെയൊക്കെ ചിത്രം വെച്ചുകൊണ്ടും കൂടാതെ തന്നെ ബാഹുബലിയിലെ ചില ചിത്രങ്ങളും പരാമർശങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ തുറന്ന പോരിലേക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ചർച്ചകൾ നടക്കുന്നത്, പോര് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ഇതിൽ മിണ്ടാതിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും തർക്കത്തിലേക്കും ഒക്കെ യൂത്ത് കോൺഗ്രസ് പോകുമെന്നുള്ളതിൽ സംശയമില്ല രോഹിണി.